മാഷാ അല്ലാഹു ഖാൻ വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ഇൽമിന്റെ ഒറ്റ മിനിറ്റ് വിജ്ഞാന പൂന്തോട്ടത്തിൽ ഇന്ന് ഫിൽമാകുന്ന രസത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ മാന്യ സഹോദര സഹോദരിമാർ, അല്ലാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇപ്പോൾ ദൂരദിക്കുകളിൽ നിന്നാണ് ഓൺലൈൻ വഴിയിലൂടെ നമ്മൾ സംഗമിച്ചിട്ടുള്ളത് എങ്കിലും ശാരീരികമായി ആഖിറത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ശാരീരികമായി സംഗമിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇസ്തിഹാലത്ത് എന്ന് പറയുന്ന ഒരു ഇനം രക്തം പുറപ്പെടുക എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. മുമ്പ് നമ്മൾ ഹൈലിനെ സംബന്ധിച്ചും നിഫാസിനെ സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഹൈല് നിഫാസ് എന്നതൊക്കെ ഒരു രോഗം കാരണമായിക്കൊണ്ട് ഉണ്ടാകുന്നത് അല്ല. പ്രകൃതിപരമായി സ്ത്രീകൾക്ക് അല്ലാഹു തആല വെച്ച ഒന്നാണ് ഹൈല് നിഫാസ് എന്ന് പറയുന്ന ഒരു ഇനം രക്തം ഉപാധി, അത് രോഗം കാരണമായിക്കൊണ്ടാണ് പുറപ്പെടുക. മാത്രവുമല്ല, ഹൈല് നിഫാസിന്റെ സമയം അല്ലാത്ത മറ്റു സമയങ്ങളിൽ പുറപ്പെടുന്ന രോഗം കാരണമായിക്കൊണ്ട് പുറപ്പെടുന്ന രക്തം, അതിനേക്കാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. ആ ഇസ്തിഹാലത്തിന്റെ രക്തം പുറപ്പെടുന്ന പെണ്ണ് അവൾക്ക് നിസ്കരിക്കണോ വേണ്ടേ, നിസ്കാരം നിഷിദ്ധമാണോ അല്ലേ, എപ്പോഴാണ് അവൾ വുളൂ ചെയ്യേണ്ടത്, വുളൂവിന്റെ മുമ്പ് അവൾ എന്തെല്ലാമാണ് ചെയ്ത് തീർക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അഹ്കാമുൽ ഇസ്തിഹാലത്തി, ഇസ്തിഹാലത്തിന്റെ വിധികൾ എന്തെല്ലാമാണ്, അത് സംബന്ധമായി ദീനുൽ ഇസ്ലാമിന്റെ വിധികൾ എന്നാണ് ഇന്നത്തെ ചർച്ച. അൽ ഇസ്തിഹാലത്തു ദമു ഇല്ലത്തി, അത് സ്ത്രീയിൽ നിന്ന് പുറപ്പെടുന്ന രോഗം കാരണമായി കൊണ്ടുവരുന്ന ഒരു രക്തമാണ്. എപ്പോൾ പുറപ്പെടുന്നത്? ഫി
ഔഖാത്തിൽ ഹൈളി വൻ നിഫാസി ഹൈന്റെ നിഫാസിന്റെ നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഹൈളിന്റെ കാലം സ്വീകരിച്ച ഗതി നിഫാസിന്റെയും അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹൈള് എത്ര, നിഫാസ് എത്ര, കൂടിയാൽ എത്ര, കുറവ് എത്ര, ഇതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹൈളിന്റെയും നിഫാസിന്റെയും സമയം അല്ലാത്ത മറ്റ് ചില സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നത്. വഹിയ ഹദസുൻ ദായിമുൻ, അത് നിത്യമായ അശുദ്ധിയിലാണ് അതിനെ ഗണിക്കപ്പെടുന്നത്. വഹിയ ഹദസുൻ ദായിമുൻ, അത് നിത്യമായ അശുദ്ധിയാണ്. ഇതുപോലെ മൂത്രവാർച്ച പോലെ നിത്യമായ അശുദ്ധി. ഫലാ തംനഉ ശൈഅൻ മിനസ് സ്വലാത്തി വസ്സൗമി വനഹ്വിഹാ, അത് ഒരു അശുദ്ധി ആണ്. പക്ഷേ നിസ്കാരത്തെയോ നോമ്പിനെയോ അതുപോലത്തെ കാര്യങ്ങളെ തടഞ്ഞു കളയുന്ന നിലക്കുള്ള ഒരു അശുദ്ധിയല്ല. മൂത്രവാർച്ച ഒരാൾക്കുണ്ടായി എന്നതുകൊണ്ട് അയാളെ തൊട്ട് നിസ്കാരം ഒഴിവായി പോകുന്നില്ല, അയാളെ തൊട്ട് നോമ്പ് ഒഴിവായി പോകുന്നില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ അയാളെ തൊട്ട് ഒഴിവായി പോകുന്നില്ല. എന്നതുപോലെ ഇസ്തിഹാലത്തിന്റെ രക്തം പുറപ്പെടുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നിസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, മറ്റുള്ള നിർബന്ധമായ ഇബാദത്തുകൾ അതെല്ലാം നിർബന്ധമാണ്. അതേ സമയത്ത് അതൊന്നും ഒഴിവായി പോകുന്നതല്ല. മിമ്മായ ബിൽ ഹൈലി അവി നിഫാസി, ഹൈലി നിഫാസി എന്നീ അശുദ്ധികൾ കാരണമായി കൊണ്ട് ഒരു പെണ്ണിനിക്ക് നിഷിദ്ധമായ നിസ്കാരം, നോമ്പ് അതുപോലത്തെ ഇബാദത്തുകൾ ഒന്നും ഇസ്തിഹാലത്തിന്റെ രക്തം പുറപ്പെടാൻ കൊണ്ട് ഹറാമായി തീരുന്നത് അല്ല. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ രക്തം പുറപ്പെടുമ്പോ പിന്നെ അവൾക്കിങ്ങനെ നജസ് വന്നുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് നിസ്കരിക്കുക എന്ന ചോദ്യമാണ് പിന്നെ ഉള്ളത്. അത് നമ്മൾ മൂത്രവാർച്ചക്കാരൻക്ക് ഇങ്ങനെ നജസ് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനക്ക് നമ്മൾ ഈ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉയർന്നില്ല. ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഇസ്തിഹാലത്തിനെ സംബന്ധിച്ചിടത്തോളവും ഉള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഫൽ മുസ്തഹാലത്തു, ഒരു ഇസ്തിഹാലത്തിന്റെ രോഗമുള്ള ഒരു പെണ്ണ് ഇദാ അറാദത്ത് അൻ തുസല്ലിയ, നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോ യജിബു അലൈഹ അൻ തഗ്സില ഫർജഹ, അവൾക്ക് നിർബന്ധമാണ് അവളുടെ ഗുഹ്യസ്ഥാനത്തെ കഴുകൽ നിർബന്ധമാണ്. ഹൈള് രക്തം പുറപ്പെടുന്ന ആ ഗുഹ്യസ്ഥാനത്തെ കഴുകൽ നിർബന്ധമാണ്. ബഅദ ദുഖൂലിൽ വഖ്തി, നിസ്കാരത്തിന്റെ സമയം കടന്നതിന്റെ ശേഷം. ഏതുപോലെ തന്നെ മൂത്രവാർച്ചക്കാരനായ ഒരാള് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോ ഉളു ഉണ്ടാക്കാൻ അയാൾ എന്ത് വേണം? ആദ്യം അയാളുടേതായിരിക്കുന്ന അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിന്നെ മൂത്രത്തിന്റെ അംശങ്ങളും വൃത്തി ശുദ്ധിയാക്കി നല്ല പുതിയ ശീല കൊണ്ട് അതിനെ കെട്ടി ബന്ധാക്കി ഒന്നിരിക്കെ തീരെ നജസ് പുറത്തേക്ക് വരാതിരിക്കാനോ അല്ലെങ്കിൽ വരുന്നതിനെ ഒന്ന് ലഘൂകരിക്കാനോ വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ
മൂത്രവാർച്ചയെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയാണ് ഇവിടെയും വേണ്ടത്. ഫൽ മുസ്തഹാലത്തു, ഇസ്തിഹാദത്തിന്റെ രക്തം പുറപ്പെടുന്ന പെണ്ണ് ഇദാ അറാദത്ത് അൻ തുസല്ലിയ, അവൾ നിസ്കരിതമാണ് അൻ തഅദ ദുഖൂലിൽ വഖ്ത്, പ്രവേശിച്ചതിന്റെ ശേഷം. അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണല്ലോ മൂത്രവാർച്ചക്കാരെ പോലെയുള്ള നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയം ആയെന്നറിയുക എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സമയം കടക്കുക എന്ന് നമ്മൾ അശുദ്ധി നിത്യമായ ആൾക്ക് സമയം പ്രവേശിക്കുക എന്നിട്ട് കഴുകുക മാത്രവുമല്ല, കഴുകി വൃത്തിയാക്കിയതിന്റെ ശേഷം പഞ്ഞു പോലോത്തത് കൊണ്ട് ആ ഭാഗത്ത് നിറക്കുക. എന്തിനു വേണ്ടി? നജാസത്തി, ഒന്നിരിക്കൽ ഇനി ഇങ്ങോട്ട് നജസ് വരാതിരിക്കാൻ വേണ്ടി, അതിനെ തടുത്തു നിർത്താൻ വേണ്ടി. അല്ലെങ്കിൽ ഔ തഖ്ഫീഫൻ ലഹാ, അങ്ങനെ തടുത്തു ഒന്നുകിൽ അതിനെ ലഘൂകരിക്കാൻ വേണ്ടി ഇങ്ങനെ പഞ്ഞു നടക്കുകയും ഒരു നാട കൊണ്ട്, ഒരു ശീലക്കഷ്ണം കൊണ്ട് അതിനെ കെട്ടുകയും വേണം. എപ്പോ കെട്ടുകയും വേണമെന്ന് പറഞ്ഞത് ഇല്ലം യക്ഫി അൽ അശ്വു, പഞ്ഞ ആ ഭാഗത്ത് നിറച്ചിട്ടും സംഗതി റെഡിയാവുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ അത് നല്ല അവൾ ചെയ്ത് മൂത്രവാർച്ചക്കാരനും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മൂത്രം ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നതിന് തൊട്ട് തടുത്തു കളയുന്ന രൂപത്തിൽ അവൻ അത് കെട്ടി ബന്ധാക്കണം. എന്നിട്ട് നമ്മൾ മൂത്രവാർച്ചക്കാരന്റെ അവിടെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് അവനക്ക് മതിയാകുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? അവന്റെ അശുദ്ധി ഉയരൂല. അതുകൊണ്ട് ആ നിയ്യത്ത് നിഷ്ഫലമാണ്. ഒന്നുകിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ വീട്ടുന്നു എന്നതുപോലത്തെ നിയ്യത്താണ് അവിടെ ചെയ്യേണ്ടത്. ഏതായാലും ഉടൻ തന്നെ അവൾ നിസ്കരിക്കണം. ഉടൻ തന്നെ നിസ്കരിക്കണം. ഉളു ചെയ്ത ഉടൻ തന്നെ നിസ്കരിക്കണം. ആ ഉളുവുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കാൻ പാടില്ല. പക്ഷേ മൂത്രവെക്കാൻ വിശദീകരിക്കുക, ആ ഭാഗത്ത് മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു പോയിട്ടുണ്ട്? നിസ്കാരപ്പെട്ട ചില നന്മയ്ക്ക് വേണ്ടി, ചില മസ്ലഹത്തിന് വേണ്ടി ഒരു പക്ഷേ എന്ത് ചെയ്യാം? കുറച്ച് പിന്തിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ നിസ്കരിച്ചാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാനേ പറ്റൂ. അല്പനേരം കാത്തു നിന്നാൽ ഒരാളെ ജിട്ടും പറയുമ്പോത്തിന് കാളെ പെറ്റു എന്ന് പറയുമ്പോത്തിന് കയറെടുക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകൾക്ക് ജമാഅത്ത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചിലങ്ങനെ പറയുന്നുണ്ട്. ചില പുത്തൻവാദികൾ ഇവരുടെ കിതാബുകളിൽ വരെ സ്ത്രീ നിസ്കരിക്കുന്ന സമയത്ത് പുരുഷന്റെ എവിടെ നിൽക്കണമെന്നും എങ്ങനെയാണ് സ്വഫുകൾ ആക്കേണ്ടത് എന്നും ഒക്കെ ഇവരുടെ കർമ്മശാസ്ത്ര കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ പെണ്ണിക്ക് പള്ളിക്കൊക്കെ പോകാം എന്ന് ചില വിവരദോഷികൾ പറയാറുണ്ട്. അതിന് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്ത്? ജമാഅത്ത് അത് എല്ലാവർക്കും സുന്നത്ത് തന്നെയാണ്. പക്ഷെ പുരുഷന്മാർക്ക് സുന്നത്തായ രീതിയിലുള്ള ശക്തിയായ സുന്നത്ത് ആർക്കില്ലെന്ന് മാത്രം, സ്ത്രീകൾക്ക് ഇല്ലെന്ന് മാത്രം.
വലാ യതഅക്കദു ലഹുന്ന കതഅക്കുദിഹി ലിർരിജാലി എന്ന് കാണാം. പുരുഷന്മാർക്ക് ശക്തമായതുപോലെയുള്ള ശക്തിയായ സുന്നത്ത് സ്ത്രീകൾക്കില്ല. ഏതായാലും അത് ചർച്ച ചെയ്യുന്നത് പള്ളിയിൽ പോകണമെന്നല്ല, പള്ളിയിലല്ലാതെയും ജമാഅത്ത് നടക്കും, പള്ളിയിലല്ലാതെയും ജമാഅത്ത് നടക്കും. അപ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ വുളുണ്ടാക്കി അല്പം കഴിഞ്ഞാൽ ഒരു ജമാഅത്ത് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റൊളിപ്പം ഇവിടെ പിന്നെ വരും എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളൊപ്പം നിസ്കരിക്കാൻ ഇമാമായിട്ട് ഇപ്പം വരും എന്ന് കണ്ടാൽ അവിടെയൊക്കെ കുറച്ച് കാത്തു നിൽക്കുന്നതിന് വിരോധം ഇല്ല എന്ന് നമ്മളെ മൂത്രവാർച്ചക്കാരെ പറ്റി ചർച്ച ചെയ്തു കൊടുത്ത് നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ അതേ രീതി ഇവിടെയും വരുന്നതാണ്. ഏതായാലും ഇങ്ങനെ എല്ലാ ഫർള് നിസ്കാരത്തിന്റെ സമയത്തും അവൾ ഇങ്ങനെ ചെയ്യണം. അവൾ നിത്യശുദ്ധിക്കാർത്തിയാണ്. അതുകൊണ്ട് ഓരോ ഫർള് നിസ്കാരത്തിന്റെ അവസരത്തിലും അവൾ ഇങ്ങനെ തന്നെ ചെയ്യലെന്താണ്? അത് നിർബന്ധമാണ്, അത് കൂടാതെ കഴിയില്ല. അങ്ങനെ ഇസ്തിഹാലത്തുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൂത്രവാർച്ചക്കാരനിക്ക് പറയപ്പെട്ട ആ നിബന്ധനകൾ ഇസ്തിഹാലത്തുള്ള പെണ്ണിനെ സംബന്ധിച്ചുണ്ട്. എന്തുകൊണ്ട്? മൂത്രവാർച്ച പോലെ തന്നെയാണ്, നിത്യ അശുദ്ധിയാണ് എന്ത് ഈ പറയപ്പെടുന്ന ഇസ്തിഹാലത്തിന്റെ രക്തം പുറപ്പെടുക എന്ന് പറഞ്ഞത്. അതേ സമയത്ത് അവിടെ നമ്മൾ മൂത്രവാർച്ചക്കാരനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. എന്ത് പറഞ്ഞിരുന്നു? വലാ യുസല്ലി ബിവുളൂഇൻ ഇല്ലാ ഫർളൻ വാഹിദൻ, ഒരു ഫർളല്ലാതെ അതുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന് മൂത്രവാർച്ചക്കാരനെ സംബന്ധിച്ച് നമ്മൾ നിത്യാശുദ്ധിക്കാരനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ അത് ഇഷ്ടമുള്ള ഇത് നിസ്കരിക്കാം, ഫർള് ഒരു നിസ്കാരമേ പറ്റൂ എന്ന് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങോട്ടും അത് ബാധകം തന്നെയാണ്. എന്നാൽ ഏതെല്ലാം രൂപത്തിൽ ഇസ്തിഹാലത്ത് എന്ന രക്തമുണ്ടാകും? ഇസ്തിഹാലത്ത് ഏതെല്ലാം ഇനത്തിലാവുമ്പോഴാണ് ഇസ്തിഹാലത്താകുന്നത്? അത് താഴെ പറയുന്ന 6 രൂപങ്ങളിൽ ഇസ്തിഹാലത്ത് എന്ന രക്തം ഉണ്ടാകും. 1. ഖുറൂജുദ്ദമി ഖബില 9 സിനീന ബി16 യൗമാ, 9 വയസ്സ് ആവുന്നതിന്റെ മുമ്പ് രക്തം പുറപ്പെടുക. എത്ര മുമ്പ്? ബി16 യൗമാ, 16 ദിവസം മുമ്പ്. അപ്പം 16 അതിനേക്കാൾ 16 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 16 അതിനേക്കാൾ കൂടുതലോ ദിവസങ്ങൾക്ക് മുമ്പ് രക്തം കണ്ടു. 9 വയസ്സിന്റെ മുമ്പ് രക്തം കണ്ടു. ഇനി 9 വയസ്സാവാൻ 16 അതിനേക്കാൾ കൂടുതലോ ദിവസമുണ്ട് എങ്കിൽ അത് ഇസ്തിഹാലത്തായിട്ടാണ് കൂട്ടുക, ഹൈലായിട്ട് കൂട്ടുന്നതല്ല. മറിച്ച് ഹൈലായിട്ട് കൂട്ടണമെങ്കിൽ 16-ൽ താഴെയുള്ള ദിവസം. ഇനി അവൾക്ക് ഹൈലിന്റെ സമയമായി 9 വയസ്സാവാൻ 16-ൽ താഴെയുള്ള 15 അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ദിവസങ്ങളാണ് ഉള്ളത് എങ്കിൽ ആ പുറപ്പെട്ട രക്തത്തെ ഹൈലായി പരിഗണിക്കുന്നതാണ്. അതേസമയം 16
16 കൂടുതലോ ദിവസങ്ങൾ ഉണ്ട്. ഇനി ഹൈള് ഇനി എന്താവാൻ, പിന്നെ 9 വയസ്സാവാൻ. എന്നാൽ 2 ഹൈളി ഖുറൂജുഹു രക്തം പുറപ്പെടുന്നുണ്ട്. എപ്പോഴാണ് പുറപ്പെടുന്നത്? അത് ഈ ബഅദത്തിസ്ഇ 9 വയസ്സായതിന്റെ ശേഷം തന്നെയാണ് പുറപ്പെടുന്നത്. പക്ഷേ അക്കല്ലിൽ ഹൈള് നമ്മൾ പറഞ്ഞത് 24 മണിക്കൂറായിരുന്നു. ഒരു പെണ്ണിനിക്ക് ഏറ്റവും കുറഞ്ഞ ഹൈളിന്റെ സമയം അത് 24 മണിക്കൂർ ആണ്. 24 മണിക്കൂറിനേക്കാളും താഴെയായിട്ടാണ് ആകെ പുറപ്പെട്ട രക്തത്തിൻ്റെത് ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ 24 മണിക്കൂറിന്റെ താഴെ സമയങ്ങളാണ് ഇവൾക്ക് രക്തം പുറപ്പെടുന്നത് എങ്കിൽ 9 വയസ്സായതിന്റെ ശേഷം തന്നെയാണ്. പക്ഷേ അക്കല്ലുള്ള ഹൈളിനെ തൊട്ട് ചുരുങ്ങിയാൽ അത് ഹൈളായി പരിഗണിക്കുന്നത് അല്ല. 24 മണിക്കൂർ ഉണ്ടായിരിക്കണം. അന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, 24 മണിക്കൂർ ഒരു സ്ത്രീക്ക് രക്തം ഇങ്ങനെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അവളുടെ ജീവൻ പോകില്ലേ എന്നൊക്കെ ഞാൻ അന്ന് സംശയം ഉദിപ്പിച്ച് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂർ രക്തം ഇങ്ങനെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ഒരു പഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ 24 മണിക്കൂറിൽ ഏതൊരു സമയത്തും അവിടെ പഞ്ഞു വെച്ച് നോക്കിയാൽ രക്തത്തിന്റെ അടയാളം ആ പഞ്ഞിൽ ഉണ്ടാകുന്നതാണ്. ഈ നിലക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 24 മണിക്കൂർ ഇവൾക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ 24 മണിക്കൂർ ഇല്ല എങ്കിൽ ആ പുറപ്പെടുന്ന രക്തത്തിന്റെ പേര് ഇസ്തിഹാലത്ത് എന്നാകുന്നു. അതൊന്ന്. ഇനി മറ്റൊന്ന്, നമ്മൾ മുമ്പ് വിശദീകരിച്ചത് ഹൈളിന്റെ അധികരിച്ച കാലയളവ് 15 ദിവസമാണ് എന്നാണ്. വിശദീകരണത്തിനേക്കാളും കൂടുതലാണ് എങ്കിൽ അതിനെ ഇസ്തിഹാലത്തായിട്ടാണ് അവിടം മുതൽ നമ്മൾ പരിഗണിക്കുക. ഏറ്റവും കൂടിയാൽ 15 ദിവസം വരെ ഹൈള് എന്നത് ഉണ്ടാകുകയുള്ളൂ, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുകയില്ല. ആയതുകൊണ്ട് പുറപ്പെടുന്ന രക്തം അക്സറുൽ ഹൈളിനേക്കാൾ കൂടുതലുണ്ട് എങ്കിൽ അത് എന്തല്ല, അത് ഹൈളല്ല, മറിച്ച് അത് ഇസ്തിഹാലത്ത് ആണ്. അതുപോലെ തന്നെ നാലാമത്തെ രീതി ഖുറൂജുഹു ഖബ്ല തമാമി അഖല്ലി തുഹരി. നാലാമത്തേത് അതാണ്, ഖുറൂജുഹു ഖബ്ല തമാമി അഖല്ലി തുഹരി. ശുദ്ധിയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ രൂപം അത് പരിപൂർണമാകുന്നതിന്റെ മുമ്പ് രക്തം പുറപ്പെട്ടാൽ അതും എന്തിൽ പരിഗണിക്കപ്പെടുകയില്ല, ഹൈളിൽ കൂട്ടുകയില്ല. അത് ഇസ്തിഹാലത്ത് എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ വിധത്തിലാണ് പെടുക. ഇത് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം? ഈ ഘട്ടങ്ങളിലൊക്കെ എവിടെയെല്ലാം നമ്മൾ ഇസ്തിഹാലത്ത് എന്ന് പറയുന്നുണ്ടോ അവിടെയെല്ലാം ആ പെണ്ണിനിക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല, നിസ്കരിക്കൽ നിർബന്ധമാണ്. എവിടെയെല്ലാം നമ്മൾ ഹൈള് എന്ന് നിഷിദ്ധമായ നിസ്കാരം ശുദ്ധിയായതിനു ശേഷം ഖളാ വീട്ടലും നിഷിദ്ധമാണ്. നോമ്പ് ഒഴിച്ച് നോമ്പ് ഖളാ വീട്ടൽ അത് നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നമ്മൾ ചെയ്യുന്നത് തന്നെ ഒരു പെണ്ണിന് ഏതെല്ലാം സമയങ്ങളിലാണ് നിസ്കാരം പിന്നെ ഇവളുടെ ശുദ്ധി അശുദ്ധികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. രക്തം പുറപ്പെടുന്നു എന്നതുകൊണ്ട് നിസ്കാരം നിഷിദ്ധമാകുകയില്ല. അത് ഏത് ഇനത്തിൽപ്പെട്ട രക്തമാണ് എന്ന് ചികഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അത് ഹൈള് ഇനത്തിൽപ്പെട്ടതാണ്
എങ്കിൽ നിസ്കാരം നിഷിദ്ധമാണ്. അത് ഇസ്തിഹാലത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ മൂത്രവാർച്ചക്കാരനെ പോലെ ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആ നിസ്കാരം നിസ്കരിക്കൽ അത് നിർബന്ധമാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിസ്കാരം എന്നുള്ളത് ഒഴിവായി പോവാൻ ഒരിക്കലും പാടില്ല. അതിന് ഇസ്തിഹാലത്തേത്, ഹൈലേത്, നിഫാസേത് എന്നൊക്കെ വേർതിരിച്ച് ചികഞ്ഞ് അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് ഖുറൂജുഹു ഖബല തമാമി അഖല്ലി തുഹരി, അഖല്ലു തുഹറിന്റെ അഖല്ലു തുഹർ പൂർണ്ണമാകുന്നതിന്റെ മുമ്പ് പുറപ്പെടുക. അതിനെ നമ്മൾ തുഹറിന്റെ കാലമായി കൊണ്ടാണ് കൂട്ടുക, പിന്നെ ഹൈലിന്റെ കാലമായി കൊണ്ട് അല്ല. അത് ഇസ്തിഹാലത്തിന്റെ രക്തമാണ്. എന്താണ് നമ്മൾ പറഞ്ഞ കാര്യം? മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, 2 ഹൈലിന്റെ ഇടയിലുള്ള കാലതാമസം 15 ദിവസമാണ്. ഇതുപോലെ തന്നെ അധികരിച്ച ഹൈലിന്റെ കാലയളവ് 15 ദിവസമായതുപോലെ പിന്നെ 2 ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധിയുടെ ചുരുങ്ങിയ കാലയളവ് അത് 15 ദിവസമാണ്. ആ 15 ദിവസക്ക് തന്നെ എന്നിട്ട് പിന്നെ അവൾ ശുദ്ധിയിലേക്ക് കടന്നതിന്റെ ശേഷം അടുത്ത ഹൈല് വരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് ഇവൾക്ക് 15 ദിവസം ശുദ്ധി വേണം. ആ 15 ദിവസം ശുദ്ധി വേണം. അതിന്റെ ഇടയ്ക്ക് ഇവൾക്ക് ഒരു രക്തം പുറപ്പെടുകയാണെങ്കിൽ ആ രക്തത്തെ സംബന്ധിച്ച് നമ്മുടെ പേര് ഇസ്തിഹാലത്ത് എന്നാണ്. അഥവാ അവൾ ശുദ്ധിയുടെ കാലത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ വരുന്ന രക്തം അത് എന്ത് രക്തമല്ല, അശുദ്ധിയുടെ രക്തമല്ല, ശുദ്ധിയുടെ രക്തം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യണം? ശുദ്ധിയുടെ രക്തമാണെന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ കാലയളവാണ് ഇപ്പോൾ അവളിൽ ഉള്ളത് എന്നർത്ഥം. ആയതുകൊണ്ട് മൂത്രവാർച്ചക്കാരെ പോലെ തന്നെ അവൾ ഈ മേൽ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ അവൾ നിസ്കരിക്കൽ അവൾക്ക് അനിവാര്യമാണ്, അവൾക്ക് നിർബന്ധമാണ്. 6 രൂപങ്ങളിൽ എന്താവുന്ന പറഞ്ഞത്? പുറപ്പെടുന്ന രക്തം ഇസ്തിഹാലത്തിന്റെ രക്തമാകുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ 6 രൂപമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് 5ാമത്തത് ഖുറൂജുഹു മഅത് ത്വൽക്ക് രക്തത്തോടുകൂടെ പുറപ്പെടുക. ത്വൽക്കോടുകൂടെ പുറപ്പെടുക. ത്വൽക്ക് മുന്നോട്ട് പ്രസവിച്ചിട്ടില്ല, പ്രസവ വേദനയുള്ള സമയത്ത് പുറപ്പെടുന്ന രക്തം അതും ഇസ്തിഹാലത്താണ്. എന്തിനാ അത് പഠിച്ചേക്കേണ്ട ആവശ്യം? ഈ ആയ നിലയ്ക്ക് പ്രസവ വേദന വരുന്നു. അങ്ങനെ പ്രസവ വേദന വരുന്ന സമയത്ത് പെണ്ണ് പ്രസവിച്ചിട്ടില്ല, പക്ഷേ അവളിൽ നിന്ന് രക്തം വരുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് അവളുടെ നിസ്കാരത്തിന്റെ ഏതൊരു സമയമാണോ ആ സമയത്തുള്ള നിസ്കാരം അവൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവളുടെ മേലിൽ അത് നിർബന്ധമാണ്. പക്ഷെ മുമ്പ് തന്നെ അവള് പ്രസ്തുത നിസ്കാരത്തിന്റെ സമയം വന്നാൽ ഇത് കട്ടായോ? എവിടെ മുതലേ ചർച്ച ചെയ്തത്? എവിടെ മുതലേ കട്ടായത്?
അല്ലാ സലാത്തൊക്കെ ചെല്ലുണ്ടല്ലോ. എവിടെ മുതലേ കട്ടായത്? ഇല്ല, കട്ടെണ്ണ വന്നിട്ടില്ല. എനിക്ക് കട്ടായ മാതിരി തോന്നി, അതുകൊണ്ടാണ്. ശരി ശരി ശരി, കട്ടില്ല. നോ, അൽഹംദുലില്ലാ. എനിക്ക് കട്ടായ തോന്നി. എൻ്റെ സിസ്റ്റത്തില് നമ്മളെ മൈക്കത്തിന്റെ റെഡ് കളറ് പോയി. പെട്ടെന്ന് പോയപ്പോഴേ അതങ്ങനെ തോന്നിയതാണ്. ഞാൻ കട്ടായതാ തോന്നിപ്പോയി. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്, ഇങ്ങനൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാ? ആ സമയത്ത് അവൾക്ക് പുറപ്പെടുന്ന രക്തം പുറപ്പെട്ടു എന്നതുകൊണ്ട് അവൾ അശുദ്ധിയുടെ കാലക്കാരിയല്ല, ശുദ്ധിയുടെ കാലക്കാരിയാണ്. ഉടൻ അവൾ പ്രസവിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ പോലും ഇപ്പോൾ ഹാജരായ നിസ്കാരത്തെ അവൾ നിസ്കരിക്കാത്തവളായിരുന്നെങ്കിൽ ആ നിസ്കാരം അവളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ഖളാ വീട്ടേണ്ടി വരും. എന്തുകൊണ്ട്? ത്വൽക്ക് രക്തം അത് പുറപ്പെട്ട ആ സമയം ശുദ്ധിയുടെ സമയമാണ്. അതുകൊണ്ട് ആ നിസ്കാരം അവൾ ഖളാ വീട്ടേണ്ടി വരും. പിന്നെ അവിടെ പറയുന്നുണ്ട്, വലം യത്തസിൽ ബി ഹൈലിൻ ഖബലഹു, ഈ രക്തം ഇതിന്റെ നേരെ മുമ്പുള്ള ഹൈലിനോവ, അങ്ങനെയാകുമ്പോൾ ആ സമയത്തുള്ള ആ നിസ്കാരം നിർബന്ധമാകുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വലം യത്തസിൽ ബി ഹൈലിൻ ഖബലഹു, അതിന്റെ മുമ്പുള്ള ഹൈലിനോട് അത് ചേർന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞത്. പിന്നെ ആറാമത്തത് സിയാദത്തുഹു അൻ അക്സരിൻ നിഫാസി, സിയാദത്തുഹു അൻ അക്സരിൻ നിഫാസി, രക്തം അക്സറുൻ നിഫാസിനേക്കാൾ കൂടുതലാവുക. നിഫാസി, നിഫാസിൽ നിന്ന് അധികരിച്ചതാണല്ലോ നമ്മൾ പറയുന്ന 60 എന്ന് പറയുന്നത്. ഹാലിബുഹു സിത്തൂന യൗമ എന്ന് പറഞ്ഞില്ലേ? അതെ, അതിനെ തൊട്ട് കൂടുക. അപ്പോ അക്സറു നിഫാസിനെ തൊട്ടും അത് നമ്മൾ പറയുന്ന പിന്നെ ഇതിനെ പരിഗണിക്കപ്പെടുന്നത് ഈ 6 രൂപങ്ങളിൽ, ഈ 6 രൂപങ്ങളിൽ പുറപ്പെടുന്ന രക്തം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ ഇവ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂത്രവാർച്ചക്കാരെ പോലെ തന്നെ സ്ത്രീ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി നമുക്ക് നാളെ ചർച്ച ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാഹ്, ഇങ്ങനെ മുസ്തഹാലത്തായ പെണ്ണ് അവർ 3 വിധേന വരും. മുബ്തദഅത്ത് മുമയ്യിസത്ത്, മുബ്തദഅത്ത് ഗൈറു മുമയ്യിസത്ത്, മുഅത്താദത്ത് മുമയ്യിസത്ത്, ഇങ്ങനെ കുറെ രൂപങ്ങളിൽ വരുന്നുണ്ട്. 3-4 രൂപങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അവളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യും. നമ്മുടെ മാറാവട്ടെ. നമ്മളിലെ ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർബന്ധിച്ച ചോദ്യ ഉത്തരങ്ങൾക്ക് അവസരമുണ്ട്. 10 മിനിറ്റ് മാത്രം, കൂടുതലില്ല.
3:30 ആവാൻ എനിക്ക് പള്ളിയിലേക്ക് പോവണം. 50 ആവുമ്പോഴത്തേന് നമുക്ക് സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. റഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ പള്ളിയിൽ നിന്ന് ഇപ്പൊ എത്തിയേ ഉള്ളൂ. ഉസ്താദ് ഇന്നത്തെ വിഷയം ഏതാണ് പറഞ്ഞിരുന്നത് എന്ന് ഞാൻ പൂർണ്ണമായും കേട്ടിട്ടില്ല. വിഷയ സംബന്ധമല്ലാത്തൊരു ചോദ്യമായിരിക്കാം എന്റേത്, എങ്കിലും ചോദിക്കുകയാണ്. ഉസ്താദിന് അറിയുമെങ്കിൽ ഇപ്പോൾ, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലും മറുപടി തന്നാൽ മതി. ഇവിടെ ഞാൻ സൗദി അറേബ്യയിലാണ്. അപ്പോൾ നമ്മളൊരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ, ഇപ്പൊ മഗ്രിബാണെന്ന് നോക്കുക, ആദ്യത്തെ റക്അത്തില് നമുക്കറിയാം ദുആഉൽ ഇഫ്തിതാഹിന് വേണ്ടി അല്പസമയം തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാലും ഉണ്ടാതെ നിൽക്കും. ആ സമയത്ത് അദ്ദേഹം ബിസ്മി ഓതിയിട്ടുണ്ടാവാം എന്നുള്ള നല്ല ധാരണയിൽ നമ്മൾ പതുക്കെ ബിസ്മി ഓതിയിട്ടുണ്ടാകും എന്നുള്ള ധാരണയിൽ നമ്മൾ അദ്ദേഹത്തെ തുടർന്നു. രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹം നൃത്തത്തിലേക്ക് വരികയും അല്ലാഹു അക്ബർ എന്ന് നൃത്തത്തിലേക്ക് വരികയും ഉടൻ തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ഫാത്തിഹ അൽഹംദു കൊണ്ട് തുടങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹം ബിസ്മി ഓതിയിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉസ്താദ് കട്ടാണെന്ന് പറയുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കാമോ? ഉസ്താദിന് മാത്രമേ കട്ടുള്ളൂ? എന്റെ പ്രോബ്ലം ആണോ അതോ ഉസ്താദിന്റെ പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉസ്താദിന്റെ കട്ടാണ്. ഉസ്താദ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉസ്താദ് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഓക്കെ, ഇവിടെ ഒരു ഇമാമിനെ നാം തുടർന്ന് നിസ്കരിക്കുമ്പോൾ അദ്ദേഹം രണ്ടാമത്തെ ഉറക്കെ ഓതുന്ന നിസ്കാരമാണ്. രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന ഉടൻ തന്നെ ഫാത്തിഹ അൽഹംദു കൊണ്ട് തുടങ്ങി. അവിടെ ബിസ്മി പതുക്കെ ഓതാൻ പോലുമുള്ള സമയം എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഇമാമ് ഫാത്തിഹ ഓതുന്നത് ബിസ്മി ഇല്ലാതെയാണ് എന്ന്. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹയിൽ പെട്ടതാണല്ലോ ബിസ്മി. ബിസ്മി ഇല്ലാതെ ഫാത്തിഹയും ഫാത്തിഹ ഇല്ലാതെ നിസ്കാരവും ശരിയാവാത്ത ഒരവസ്ഥയിൽ നമുക്ക് ആ സമയത്ത് ആ രണ്ടാമത്തെ റക്അത്തിലാണ് നമുക്ക് ഉറപ്പായത് ഇമാമ് ബിസ്മി ഓതിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഇമാമിൽ നിന്നും വേർതിരിഞ്ഞുകൊണ്ട് ആ ജമാഅത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റുമോ, അങ്ങനെ നിയ്യത്ത് വെക്കാൻ പറ്റുമോ? ഞാൻ ഇമാമിൽ നിന്നും വേർപിരിയുന്നു എന്നുള്ള നിയ്യത്ത് പറഞ്ഞുകൊണ്ട്, പക്ഷെ കർമ്മങ്ങളിലൊന്നും ഇമാമിനെ നമ്മൾ പിന്തുകയോ മുന്തുകയോ ചെയ്യാതെ ആ ഒരു ജമാഅത്തിന്റെ രീതിയിൽ തന്നെ പോകുന്നു. മനസ്സുകൊണ്ട് നമ്മൾ ഇമാമിനോടൊപ്പം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിസ്കാരം സ്വീകാര്യമാകുമോ എന്നാണ് എന്റെ ചോദ്യം. മൈക്ക് ഫ്രീ. ഇമാമിനെ പരിഗണിച്ചുകൊണ്ട് പറ്റൂല. ഇമാമിനെ പരിഗണിച്ചുകൊണ്ട് ആ രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെ അത് ഇമാമിനോട് ബന്ധിപ്പിച്ച നിസ്കാരം പോലെ തന്നെയാണല്ലോ ആവണേ. ബന്ധിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സുകൊണ്ട് കരുതും ചെയ്യുക. ആ രൂപത്തിൽ ഇമാമ് പോകുന്ന അതേ രീതിയിൽ ഇമാമിനെ മുൻകടക്കാതെ ഇമാമിനെ തൊട്ട് തീരെ പിന്താതെ ഇങ്ങനെ പോകുമ്പോൾ ഇമാമിനെ പരിഗണിച്ചു എന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് മനസ്സിലാവണേ. ഇമാമിനെ പരിഗണിച്ചു എന്ന് തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാവുന്നത്. ഇമാമിനെ പരിഗണിക്കാത്ത രീതിയിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് കുഴപ്പം വരികയില്ല. ഇനി ഈ പരിഗണിക്കാത്ത രൂപത്തിൽ തന്നെ നമ്മളെ പിന്നെ ഇത് മനസ്സിൽ പരിഗണിച്ചിട്ടില്ല എന്നാലോ ബാഹ്യമായിട്ടും ഇത് ഈ കാഴ്ചയിൽ പരിഗണിച്ചതുപോലെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും നമ്മുടെ രീതിയിൽ അതാവുന്നില്ല എങ്കിൽ അതിന് കുഴപ്പവും ഉണ്ടാവുകയില്ല എന്നാണ് അതിൻ്റെ മറുപടി. ഏതായാലും അയാള് നിസ്കാരത്തിന്റെ നിർബന്ധവശമായ ഫാത്തിഹയുടെ ഒരു ആയത്ത് വിട്ടതുകൊണ്ട് അയാളെ വിട്ടു പിരിയുന്നില്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരു പിന്നെ വല്ലാത്തൊരു പരിഗണന പോലെ തന്നെ തോന്നിപ്പിക്കുന്ന രൂപത്തിലാകുമ്പോൾ അത് തുടർന്ന രൂപത്തിൽ തന്നെ ആവുക. ആ ഒരു എത്തിവാറിലൂടെ ഒരു പരിഗണനയിലൂടെ അല്ലാത്ത രീതിയിൽ അതിന് കുഴപ്പം വരികയില്ല. ഇത് ചിലപ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ ചിലപ്പോൾ മുബത്തദിയായ ആള് ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്,
പള്ളിയിൽ ഇമാമൊക്കെ ഉണ്ടാവും, എവിടെയും ചെന്ന് പെട്ടാലേ ഈ മയ്യത്തിസ്കാരത്തിന് എന്തിനെങ്കിലും പെട്ടാൽ നമ്മൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. എന്നാലോ സംഗതി നമ്മൾ ഒക്കെ ചെയ്യും. പക്ഷെ ഒരു പരിഗണനയും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അത് നമ്മുടെ നിസ്കാരത്തിന് യാതൊരു ബന്ധവും ഉണ്ടാകുന്നത് അല്ല എന്ന് അറിയും. ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്ക് ആ ഇമാമിനോട് ആ ജമാഅത്തിന്റെ ആ സഫിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കാരം തുടരാം. പക്ഷെ നമ്മൾ ആ ഇമാമിന് വേണ്ടി നമ്മുടെ ഫാത്തിഹയും സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ആ ഇമാമിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് സാവധാനത്തില് ഫാത്തിഹയൊക്കെ ഓതി സൂറത്ത് ഓതി ഇമാം റുക്കോയിലേക്ക് പോയതിനു ശേഷം നമ്മുടെ അത് തീരുന്ന രീതിയിൽ അങ്ങനെ നിസ്കരിച്ചാൽ പ്രശ്നമില്ലല്ലോ. പക്ഷെ അപ്പൊ ആ ഒന്നാമത്തെ റക്അത്തിന്റെ വിധി എന്താണ്? നമ്മളിപ്പോ ഒന്നാമത്തെ റക്അത്തിൽ ദുആഉൽ ഇഫ്തിതാഹ് ഉള്ളത് കൊണ്ട് അല്പസമയം എല്ലാ ഇമാമുമാരും മിണ്ടാതെ നിൽക്കുമല്ലോ. അപ്പൊ നമ്മൾ ബിസ്മി പതുക്കെ ഓതിയിട്ടുണ്ടാവും എന്നുള്ള ധാരണയിലാണ് ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കിയത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയർന്ന ഉടനെ തന്നെ അൽഹംദു കൊണ്ട് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇമാമി ബിസ്മി ഓതുന്ന ആളാ അല്ല എന്ന് മനസ്സിലായത്. അപ്പൊ ആ ഒന്നാമത്തെ റക്അത്തിന്റെ വിധി അവിടെ എന്താണ്? അത് നമ്മൾ മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ അതോ അത് പരിഗണിക്കുമോ എന്നാണ് ചോദ്യം. മൈക്ക് ഫ്രീ. ഒന്നാമത്തെ റക്അത്തും ഈ രൂപത്തിലാണെങ്കിൽ എന്താ ചെയ്യാ? ഒന്നാമത്തെ റക്അത്ത് ഈ രൂപത്തിലാണെങ്കിൽ അത് നമുക്ക് ഉറപ്പാണെങ്കിൽ ഇനിയിപ്പോ ഒക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ അവിടുത്തെ എളുപ്പപ്പണി നമ്മൾ സ്വന്തം വഴി നോക്കല്ലാതെ എന്ത് ചെയ്യും? ഒന്നാമത്തത് ഈ രൂപത്തിൽ തന്നെ ആയിട്ട് രണ്ടാമത്തത് ഈ രൂപത്തിലായി, ഇനി മൂന്നാമത്തോ നാലാമത്തോ ഒക്കെ ആ രീതിയിൽ തന്നെ ആവാൻ പോണേ. പിന്നെ ഇപ്പം പൂർണ്ണമായി മുഫാറക്കത്തിന്റെ നെയ്യത്ത് ചെയ്ത് അവനാന്റെ പണി നോക്കല്ലാതെ അതില് പിന്നെ ഒന്നുമില്ല. പിന്നെ ചിന്തിക്കാനുള്ളത് ആ രൂപമാണ്. ഉസ്താദേ, ഇത് പ്രശ്നം വരുന്നത് ഇവിടെ സൗദിയിലാണ്. സൗദിയിൽ ഇപ്പൊ നമ്മളൊരു പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പതുക്കെ അവര് വിസ്മി ചെല്ലാറുണ്ട്. പക്ഷെ ചില ആളുകൾ തീരെ ചെല്ലൂല. അപ്പൊ നമ്മൾ ആ ഒരു ഇമാമിന്റെ തുടർന്നുകൊണ്ട് ആ ഒരു ജമാഅത്തിൽ 2-3 ലൈനുകളുള്ള ഒരു പള്ളിയില് അപ്പൊ നമുക്കതിന് വേർതിരിഞ്ഞുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കുക എന്നുള്ളത് ഇവിടെ പ്രശ്നമാണ്. അത് ഫിത്ന ഉണ്ടാകും. ഇവനാര് ഒറ്റക്ക് നിസ്കരിക്കണം ഇമാമിനെ തുടരാതെ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാകും. അപ്പൊ നമുക്ക് അവിടെ ഒരു ഫിത്നയെ ഭയപ്പെടുന്ന കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഇമാമിനോട് കൂടെ തന്നെ നിന്നുകൊണ്ട് തനിച്ച് നിസ്കരിക്കുന്നത്, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞതുപോലെ ഇമാമിനോട് കർമ്മങ്ങളിലൊക്കെ നമ്മള് പുറത്തുള്ളവർക്ക് കാഴ്ചയിൽ നമ്മൾ തുടർന്ന് നിസ്കരിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ആ ഇമാമിനോട് ഒപ്പം അല്ലാതെ നിസ്കരിക്കുന്ന ഒരവസ്ഥ ശരിയാകുമോ എന്നായിരുന്നു എന്റെ ചോദ്യം. അത് നമ്മൾ ആ നിസ്കാരം മടക്കി നിസ്കരിക്കുകയാണോ വേണ്ടത്? എല്ലാതുമില്ല. ചില ഇമാമുമാര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് ബിസ്മി പതുക്കെ ചൊല്ലാറുണ്ട്. അങ്ങനത്തെവരാകുമ്പോ പിന്നെ നമുക്ക് വിഷയം ഉദിക്കുന്നില്ല. പക്ഷെ ബിസ്മി തീരെ ചൊല്ലാതെ അൽഹംദു കൊണ്ട് ഫാത്തിഹ തുടങ്ങുന്നവരുമുണ്ട് ഒരുപാട് ആളുകൾ. സാധാരണക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, മൈക്ക് ഫ്രീ. ഉസ്താദ് പറഞ്ഞത് ഇപ്പോ നമ്മള് വേറെ നമ്മുടെ പണി നോക്കുക, നമ്മൾ തനിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ജമാഅത്തിൽ നിന്ന് നമുക്ക് പിന്തിരിയാനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇമാമിനോട് കൂടെ തന്നെ ഇമാമിനോടൊപ്പമല്ലാതെ നിസ്കരിക്കാൻ കഴിയുമോ എന്നായിരുന്നു ചോദ്യം. മൈക്ക് ഫ്രീ. പിന്നെ ഇപ്പൊ മാർഗം ഫിത്തന ഭയപ്പെട്ടാല് ആ ഫിത്തന ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിസ്കരിക്കുക. പിന്നെ നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി മറ്റുള്ള സംഗതികളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടി വരും. സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടി വരും. അതന്നെ ഓതിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഉറപ്പാണെങ്കിലേ ഈ പ്രശ്നം വരുന്നുള്ളൂ. ഓതിയണോ ഇല്ലെന്ന് സംശയമാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ആവശ്യമില്ല. നമുക്ക് ചിക്കി കുത്തി ഇത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓതിയിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിലേ ഈ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയുള്ളൂ എന്ന് അറിയിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ ഫിത്തന ഭയപ്പെടുന്നുവെങ്കിൽ ആ ഫിത്തനയെ നമ്മൾ ഒഴിവാക്കുകയും അതേസമയം സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്നെ നിസ്കരിക്കുകയും മടക്കി നിസ്കരിക്കുകയും ചെയ്യുക എന്നാണ് അത് സംബന്ധമായി പറയാനുള്ളത്. മൈക്കറി. അസ്സലാമു അലൈക്കും.
കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. ഉസ്താദേ, എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഞങ്ങള് കമ്പനി അക്കോമഡേഷനിലെ താമസം. അപ്പോൾ ഒരു പള്ളിയുണ്ട്, അപ്പൊ ജുമാ ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ ജുമാ പിന്നെ കുത്തുബ ബാങ്ക് കൊടുത്ത് കുത്തുബ ഓതുന്ന സമയത്ത് 40 ആളൊന്നും പിന്നെ ഉണ്ടാവാറില്ല. അത് പിന്നെ ഏകദേശം കുത്തുബൊക്കെ കഴിയാറാവുന്ന നിസ്കാരത്തിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേന് 40 ആള് വരുള്ളൂ. അപ്പോൾ 40 ആള് കുത്തുബ തുടങ്ങുമ്പോ 40 ആള് വേണോ, അതോ പിന്നെ അവര് ശേഷം വന്നാലും പിന്നെ ജുമാ ചെയ്യാവോ ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാറുണ്ടായിരുന്നത്. മേക്കർ റിലീസ്. അസ്സലാമു അലൈക്കും. ഇമാമ് 40 ആളെ കേൾപ്പിക്കല് അത് നിർബന്ധമാണ്. 40 ആളെ കേൾപ്പിക്കണം. ഖുതുബന്റെ ഫർള് 40 ആളെ കേൾക്കണം. ഇസ്മാഉഹു, ഖതീബ് അത് കേൾപ്പിക്കണം എന്നാണ് പണ്ഡിതന്മാര് അത് വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ ഒന്ന് വായിക്കാം. ഖുതുബന്റെ ഷർത്ത് പറഞ്ഞു കൊടുത്ത് വിശദമായി അത് പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഖുതുബയുടെ ഷർത്ത് പറയുന്നിടത്ത് അവർ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിസ്കാരത്തിന്റെ സമയത്ത് ഏതായാലും 40 ആളുകൾ വേണം. അതിന്റെ പുറത്ത് ഖുതുബയും അത് 40 ആളുകളെ കേൾപ്പിക്കൽ അത് നിർബന്ധമാണ്. ഇത് പറയുന്നു. ഇസ്മാഉ അർക്കാനിഹ 40 മിൻ അഹ്ലിൽ ജുമുഅ, ജുമയുടെ അഹ്ലുകാരിൽപ്പെട്ട 40 ആളുകളെ കേൾപ്പിക്കൽ അത് നിർബന്ധം ആണ്. ഇസ്മാഉ അർക്കാനിഹ 40, 40 ആളുകളെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. അഥവാ ഇമാമ് കൂടാതെ 39 ആളുകൾ, ഇമാം അടക്കാണ് 40 ആളുകൾ എന്ന് പറയുന്നത്. ആ കേൾപ്പിക്കൽ നിർബന്ധമാണ്. ഷർട്ടാണ് എന്ന് പറയുമ്പോ ഷർത്തില്ലാതെ മശ്റൂത്ത് ഉണ്ടാവൂല. ഖുതുബ ജുമാ നിസ്കാരത്തിന്റെ ഷർത്ത് ആണ് ഖുതുബ ഉണ്ടാവൽ. ഖുതുബയുടെ ഷർത്താണ് പിന്നെ 40 ആളെ കേൾപ്പിക്കുക എന്നത്. അതുകൊണ്ട് ആ 40 ആള് ഇമാം അല്ലാത്ത 39 ആള്, ഇമാം അടക്കം 40 ആളെ കേൾപ്പിക്കൽ നിർബന്ധം ആണ് എന്ന് അറിയിക്കുന്നു. അങ്ങനെയാണ് നിബന്ധനകൾ പറഞ്ഞിട്ടുള്ളത്. ഈ കിതാബിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 40 ആളെ കേൾപ്പിക്കണം. ഷർത്താണെന്ന് പറയുമ്പോൾ ഷർത്തില്ലാതെ പിന്നെ എന്തുണ്ടാവില്ല, മശ്റൂത്ത് ഉണ്ടാവില്ല. എന്തിനാണോ ഷർത്ത് വെക്കപ്പെട്ടത് ആ വസ്തു ഉണ്ടാവണമെങ്കിൽ ഈ ഷർത്ത് വേണം. ആ ഖുതുബ ഈ ജുമാ നിസ്കാരം സയ്യാവാനുള്ള ഷർത്താണ് ഖുതുബ സയ്യാവുക എന്ന്. ഖുതുബ സയ്യാവാനുള്ള ഷർത്താണ് 40 ആളെ കേൾപ്പിക്കുക എന്നുള്ളത്. അത് നിബന്ധനയാണ് എന്നറിയിക്കുന്നു. എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. 3:35 55 ബാങ്ക് കൊടുക്കും. പള്ളിയിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭവും, പിന്നെ ഇപ്പോൾ കൈപൊക്കി നിൽക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ചോദിക്കാം. എനിക്ക് പള്ളിയിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ പള്ളിയിലല്ല ഉള്ളത്, വീട്ടിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. എന്നും ഈ ക്ലാസ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണ് പതിവ്. ഇത് നമ്മുടെ നാട്ടില് റേഞ്ച് ഉണ്ട്. അത്രയും റേഞ്ച് നമ്മുടെ പള്ളിന്റെ റൂമിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് പോകാൻ സമയമായിട്ടുണ്ട്. 35. നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭവും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഇതിൻ്റെ എല്ലാം പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും
അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വിവിധ ഇനം ആവശ്യങ്ങളുണ്ട് അള്ളാഹുവേ, നീ നിറവേറ്റി തരണേ റഹ്മാനെ. വിവിധ ഇനം രോഗങ്ങളുണ്ട് റബ്ബേ, നീ ശിഫയാക്കണേ റഹ്മാനെ. വിവിധ ഇനം ദുരിതങ്ങളുണ്ട് റബ്ബേ, നീ നീക്കിത്തരണേ റഹ്മാനെ. വിവിധ ഇനം ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, യാതനകൾ, വേദനകളുണ്ട്, എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. നേറുന്ന നാറുന്ന പൊള്ളുന്ന പ്രശ്നങ്ങൾ എത്രയോ ഞങ്ങളിൽ എല്ലാവരിലുമുണ്ട് അല്ലാഹുവേ. അതിനൊക്കെ നീ നീക്കം ചെയ്ത് നിന്റെ റഹ്മത്തും ബറക്കത്തും റാഹത്തും ഞങ്ങൾക്ക് നീ അടുപ്പിച്ച് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. എല്ലാ വിഷമവും ഞങ്ങൾക്ക് നീ തീർത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഇൽമ് പറയാനും അത് പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് അവസരം നീ ഏറ്റി തരണേ അല്ലാഹുവേ. റഹ്മാനായ രാജിസയ്യിദായ തമ്പുരാനെ, എന്ത് ചെയ്യുകയാണെങ്കിലും നിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത്